ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മിക്കി മാക്. വെൽക്കം ടു SSC കേരള ഹെൽപ്പേഴ്സ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് അവസാനം IBSന്റെ ടയർ 2ന്റെ ഡേറ്റ് ഔട്ട് ആയിട്ടുണ്ട്. ഫെബ്രുവരി 22-ാം തീയതിയാണ്. ഇനി ഓൾമോസ്റ്റ് നമുക്കൊരു 10 ദിവസമാണ് എക്സാമിനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ടയർ 2ന്റെ ട്രാൻസ്ലേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, SSC കേരള ഹെൽപ്പേഴ്സ്. ഓൾമോസ്റ്റ് 900+ മെമ്പേഴ്സ് നമുക്ക് അതിൻ്റെ ഉള്ളുണ്ട്. അപ്പൊ നമ്മൾ അതിലും 3 ലെവലായിട്ട് പ്രോഗ്രാം ചെയ്തിരുന്നു, ലെവൽ 1, ലെവൽ 2, ലെവൽ 3. അതിനുശേഷം നമ്മളൊരു മോക്ക് ടെസ്റ്റ് ആണ് പിന്നെ നടത്തിയിരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7-8 മോക്ക് ടെസ്റ്റ് അതിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്യാം, ഇനിയുള്ള ദിവസത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ, ഒരു പാസേജ് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം ഫ്രം ഇംഗ്ലീഷ് ടു മലയാളം ഓർ ഫ്രം മലയാളം ടു ഇംഗ്ലീഷ്, അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ മൊത്തം ചെയ്യുന്ന ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇനിയുള്ള മുമ്പോട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ട്, അതായത് ഈ എക്സാമിനെ പറ്റിയിട്ട്, ടയർ 2 എക്സാമിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ട്രാൻസ്ലേഷൻ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് എക്സാമിനെ കുറിച്ചിട്ട്, ടയർ 2 എക്സാമിനെ കുറിച്ചിട്ട് ഇനിയും ചിന്തിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഇനിയും ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ടയർ 2 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാം ആണ്. നമുക്ക് പാസേജുകളെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടാണ് തരുന്നുണ്ടായിരിക്കുക. ഓൾമോസ്റ്റ് ഒരു 500 വേർഡ്സിന്റെ ആയിരിക്കും പാസേജ് തന്നിട്ടുണ്ടായിരിക്കാം. ലോക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ എന്താണ്, അതായത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക്, നമുക്ക് മലയാളമാണ് അല്ലെ, ഇംഗ്ലീഷിൽ നിന്ന് ഇംഗ്ലീഷ് ടു മലയാളം, പിന്നെ എന്തുണ്ടായിരിക്കും, മലയാളം ടു ഇംഗ്ലീഷ്, രണ്ടും ഉണ്ടായിരിക്കും. 2 പാസേജ് ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. ടോട്ടൽ എന്താണ്, 50 മാർക്കിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതായത് 25 ആണ് നമുക്ക് പ്രതീക്ഷിക്കാം. 1 hour ആണ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും എക്സാമിന് വേണ്ടിയിട്ട്. എക്സാം ക്വാളിഫയിങ് നേച്ചർ ആണ്. 1 hour സമയം എന്ന് പറയുമ്പോൾ നമുക്ക് 1 hour ഫുൾ ഇരുന്ന് എഴുതുക എന്നുള്ളതല്ല, നമുക്ക് അതിനെ ടൈമിനെ എന്ത് ചെയ്യാൻ പറ്റും, ഈ വാച്ച് ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അവരൊരു ഹാഫ് ആൻ അവർ ആകുമ്പോൾ ACI എക്സാമിന് പറഞ്ഞ അറിവ് വെച്ചിട്ട് അരമണിക്കൂർ ആകുമ്പോൾ അവരൊരു ബെല്ലടിക്കും. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യേണ്ടതാണ്. 2 പാസേജ് ഉണ്ടായിരിക്കും. ഒരു പാസേജ് അരമണിക്കൂറിലുള്ള തീർന്നിട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യാം, നെക്സ്റ്റ് പാസേജിലേക്ക് പോവാം. ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പാസേജ് എഴുതി തീർക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ 2 പാസേജും അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം എത്ര എഴുതി തീർക്കാൻ പറ്റുമോ അത്രയും എഴുതി തീർക്കുക. നിങ്ങൾ ഒരു പാസേജ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതി പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും രണ്ടാമത്തെ പാസേജ് നിങ്ങൾ തൊട്ടിട്ടില്ലെങ്കിൽ അവിടെ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഈ എക്സാം നേച്ചർ ക്വാളിഫയിങ് ആണ്. അതായത് ക്വാളിഫയിങ് മാത്രമാണ്. ഇതിന്റെ സ്കോർ നിങ്ങളുടെ Tier 1 സ്കോറിന്റെ കൂടെ ആഡ് ചെയ്യില്ല. Tier 2 ഫൈനൽ റിസൾട്ടിലൊന്നും ഈ സ്കോർ ആഡ് ചെയ്യില്ല. അപ്പൊ ക്വാളിഫയിങ് ആണെങ്കിൽ ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള സ്കോർ എത്രയാണ്, 20 മാർക്കാണ്. 50-ൽ 20 മാർക്ക് മാത്രം മതി ഈ എക്സാം പാസ് ആവാനായിട്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 50-20 മാർക്ക് മാത്രം മതിയെങ്കിൽ വളരെ ഈസി ആയിട്ട് പാസ്സാവാൻ സാധിക്കുന്ന എക്സാം ആണ്. പക്ഷെ ഒരുപാട് പേര് പേടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ട്രാൻസ്ലേഷൻ അല്ലേ, പാടായിരിക്കും, അല്ലെങ്കിൽ പാസ്സാവോ എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയാണ്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 99.9% ആൾക്കാരും ട്രാൻസ്ലേഷൻ എക്സാം പാസ്സാവും. ക്വാളിഫയിങ് ആയതുകൊണ്ട് തന്നെ 100% ആൾക്കാർ പാസ്സായാൽ പോലും നമുക്ക് അതിൽ അത്ഭുതമൊന്നും പറയാനായിട്ടില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ടയർ 1 എക്സാം നിങ്ങൾ ഓൾറെഡി പാസ്സായി വന്നിട്ടുള്ള ആൾക്കാരാണ്. പ്രിലിംസ് ആണ് ഇതിൽ കുറച്ചും കൂടി ചാലഞ്ചിങ് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇതൊരു 10th ലെവൽ ക്വാളിഫിക്കേഷനുള്ള എക്സാം ആവുമ്പോൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഈ എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വാളിഫൈ ചെയ്യാതിരിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ എങ്കിലും നമുക്ക് എന്തുണ്ടായിരിക്കണം, ബേസിക് ആയിട്ടുള്ള ട്രാൻസ്ലേഷന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 50 മാർക്കാണ് നമുക്കുള്ളത്. അതിൽ 20 മാർക്ക് വാങ്ങിയാൽ മതി. ഒരെണ്ണത്തിൽ 10ഉം അടുത്തതിൽ 10ഉം വാങ്ങിയാലും നമ്മൾ എന്താണ്, അവിടെ എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അല്ല, എന്തായാലും ക്വാളിഫൈ ചെയ്യും. 20 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ 50-ലാണല്ലോ, എന്തായാലും നിങ്ങൾ ക്വാളിഫൈ ചെയ്യും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും മതി. ഓക്കെ,
വൈ ഈസ് ട്രാൻസ്ലേഷൻ ആഫ്റ്റർ ഇൻ IBSA എക്സാം? എന്തുകൊണ്ടാണ് IBSA എക്സാമിൽ ട്രാൻസ്ലേഷൻ ചോദിക്കുന്നത്? ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഡൗട്ട് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെയുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടായിരിക്കാം IBSA എക്സാമിന് ട്രാൻസ്ലേഷൻ ചോദിക്കുന്നുണ്ടായിരിക്കാം? ഇതൊരു ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള ഒരു എക്സാം അല്ല. അതല്ല ഇവിടുത്തെ പോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? SA ആണ് നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആണ്. അപ്പോൾ സെക്യൂരിറ്റി അസിസ്റ്റൻസിന് എന്തായിരിക്കും അതായത് ഇന്റർ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം വരാറുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടോ നോക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ട്രാൻസ്ലേഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മലയാളത്തില് നിങ്ങളുടെ മദർ ടങ്, അല്ലെ, മലയാളത്തില് ഒരു പാസേജ് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം, ഒരു റിപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്ത്, അതായത് കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുമോ, കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് അവരിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് തന്നിട്ടുള്ള റിപ്പോർട്ട് മലയാളത്തിലാണ് റിപ്പോർട്ട്, നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ അത് വേറെ ഒരു അർത്ഥത്തിലേക്ക് പോയാൽ അത് അവിടെ പ്രശ്നം ഉണ്ടാവും, അല്ലെ? അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യത്തെ കൺവേ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഈ ട്രാൻസ്ലേഷൻ എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷൻ എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്ന വാട്ടർ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഭയങ്കര വലിയ സെന്റൻസ്, ബുദ്ധിമുട്ടുള്ള സെന്റൻസ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കണം എന്നില്ല. ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് അറിയുമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെ പേടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇവിടെ പറയുന്നത്, അതായത് IBSA എക്സാമിനേഴ്സ് എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്, കമ്മ്യൂണിക്കേഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അവിടെ തന്നെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, കറക്റ്റ് മീനിങ്. അവരൊരു സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പാസേജ് തന്നിട്ടുണ്ടെങ്കിൽ, ആ പാസേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതേ മീനിങ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവർ പറഞ്ഞൊരു കാര്യവും നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മറ്റൊരു കാര്യമാണെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവില്ല. അപ്പൊ അവിടെ എന്തുണ്ടായിരിക്കണം, കൃത്യമായിട്ട് മീനിങ് ഫുൾ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ ടെൻസും പിന്നെ ഗ്രാമറിന്റെ ആക്രോസിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കാം ടെൻസും ആക്രോസിയും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വേണമെന്ന് പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ടെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രസന്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്, അല്ലെ? ഈ 3 ടെൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളോട് ഒരു പാസേജിൽ ഒരു കാര്യം പ്രസന്റ് ടെൻസിൽ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രസന്റ് ടെൻസിൽ നിങ്ങളോട് ഒരു കാര്യം മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതും പ്രസന്റ് ടെൻസിൽ തന്നെ പറയേണ്ടത്. അതായത് ഇപ്പോ നടന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് നിങ്ങൾ പാസേജിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ ആണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ രണ്ടിന്റെയും അർത്ഥം മാറും, മീനിങ് മാറും. ഗ്രാമർ മാറുമ്പോൾ അവിടെ നിന്നായിരിക്കും മീനിങ് മാറും. അപ്പൊ വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണ്. ടെൻസസ് ഗ്രാമർ ആക്യുറസി ഒന്നും ഇല്ലെങ്കിൽ അപ്പോഴെന്തുണ്ടായിരിക്കും, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ആ മീനിങ്ങിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പ്രസന്റ് ടെൻസിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പാസ്റ്റ് ടെൻസിലേക്ക് കൊണ്ടുവന്നാൽ രണ്ടും എന്തായിരിക്കും, അവിടെ മീനിങ് ഫുൾ ആയിരിക്കില്ല. അടുത്ത കാര്യം പറയുന്നത് എന്താണ്, ലോജിക്കൽ ഫ്ലോ ഉണ്ടായിരിക്കണം. അവര് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ലോജിക്കൽ ഫ്ലോ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, നമ്മുടേതായിട്ടുള്ള എക്സ്ട്രാ ഐഡിയാസ് ഒന്നും അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അവരെന്താണോ പാസേജിൽ പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. പുതിയ ഐഡിയാസ് ചിലപ്പോൾ ആ പറയുന്ന പാസേജുമായിട്ട് ബന്ധപ്പെട്ട് ആ പാസേജിന് കുറച്ചുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു ഉപകാരമായിരിക്കും. പക്ഷെ എന്തായിരിക്കും, IBയുടെ SA എക്സാമിന് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അവര് പറയുകയാണെന്ത്, എക്സ്ട്രാ ഐഡിയ വേണ്ട, നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, നാച്ചുറൽ ലാംഗ്വേജ് ആയിരിക്കണം, ഐഡിയാസ് മിസ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം കൃത്യമായിട്ട് പറയും വേണം, എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാനായിട്ടും പാടില്ല. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുകയും വേണം. അതുപോലെ തന്നെ നാച്ചുറൽ ലാംഗ്വേജിലായിരിക്കണം നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കേണ്ടത്. അതായത് സാധാരണ നമ്മൾ എഴുതുന്ന ഭാഷ, ഓക്കെ, നാച്ചുറൽ ആയിട്ട് വരുന്ന ഭാഷ, അങ്ങനെയുള്ള ഒരു ഭാഷയിലായിരിക്കണം നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് IBSAയുടെ എക്സാമിനേഴ്സ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ അതിൽ പറയുന്ന മറ്റൊരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ. നമുക്ക് ഒരിക്കലും എന്തിന്റെ ആവശ്യമില്ല, വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷന്റെ ആവശ്യമില്ല. ഓക്കെ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്ത്, വേർഡ് ടു വേർഡ്. അതായത് ഒരു സെന്റൻസ് വായിച്ചിട്ട് സെന്റൻസ് മൊത്തം വായിക്കുന്നൊന്നുമില്ല, സെന്റൻസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് എന്ത് ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, അവിടെ ആ മീനിങ് മൊത്തത്തിൽ ചേഞ്ച് ആവാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ പറയാണ്, അതിന്റെ റീസൺ പറയാണ് ആദ്യം, മലയാളവും ഇംഗ്ലീഷും തമ്മിൽ അതിന്റെ ഓർഡറിൽ വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ എന്താണ്, സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യുക. ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ വെർബ് വരും, അത് കഴിഞ്ഞിട്ടാണ് ഒബ്ജക്റ്റ് വരിക, അല്ലെ? പക്ഷെ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് ആണ് വരിക, അവസാനമാണ് എന്ത് വരിക, അവിടുത്തെ വെർബ് വരിക. ഓക്കെ, നമ്മൾ പറയുന്ന കർത്താവ്, കർമ്മം, ക്രിയ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ. അതായത് ഇതിന്റെ രണ്ടിന്റെയും, മലയാളത്തിൽ നമ്മൾ പറയുന്ന ഒരു സെന്റൻസിന്റെയും ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സെന്റൻസിന്റെയും ഓർഡർ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മള് ഈ കാണുന്ന വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ആ വേർഡ് എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ആ സെന്റൻസ് മൊത്തം എന്തായിരിക്കും, മിസ്റ്റേക്ക് ആയി വരും, മീനിങ് ഫുൾ ആയിരിക്കില്ല. ഇവിടെ എക്സാമ്പിൾ പറയാണ്, കുട്ടികൾ പുസ്തകം വായിച്ചു എന്ന് പറയാണ്, അല്ലെ? കുട്ടികൾ പുസ്തകം വായിച്ചു. നമ്മളിത് വേർഡ് ടു വേർഡ് ആണ് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾ, ചിൽഡ്രൻ വന്നു ആദ്യം, പിന്നെ പുസ്തകം, ബുക്ക്, റീഡ്. അപ്പോൾ ചിൽഡ്രൻ ബുക്ക് റീഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയില്ലേ, നമ്മൾ ഉറപ്പായിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ IBയുടെ പ്രിലിംസ് എക്സാം പാസ്സായി വന്ന ഇത്രയും ബുദ്ധിയുള്ള നിങ്ങൾ ഒരിക്കലും ചിൽഡ്രൻ ബുക്ക് റീഡ് എന്ന് പറയില്ല. ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം പറയുന്നത്. അതായത് വലിയ വലിയ സെന്റൻസുകളിലേക്ക് പോകുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും, നമുക്ക് ഈ കുട്ടികൾ പുസ്തകം വായിച്ചു എന്നുള്ളതായിരിക്കില്ല അവിടെ വരിക. പക്ഷെ അങ്ങനെയുള്ള വലിയ സെന്റൻസുകൾ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, വേർഡ് ടു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണെന്ത് മീനിങ് ഫുൾ അല്ലാതെ മാറുന്നത്. ദ ചിൽഡ്രൻ റീഡ് ദ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ചിൽഡ്രൻ റെഡ് ദ ബുക്ക് ആണ്, വായിച്ചു എന്നല്ല പറയുന്നത്. ഓക്കെ, ദ ചിൽഡ്രൻ റെഡ് ദ ബുക്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, അത് മീനിങ് ഫുൾ ആയിരിക്കും. ഈ കുട്ടികൾ പുസ്തകം വായിച്ചു എന്ന് പറയുന്നത് മലയാളത്തിൽ എന്താണ്, അതിന്റെ ഓർഡർ കറക്റ്റ് ആണ്. ദ ചിൽഡ്രൻ റെഡ് ദ ബുക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ഓർഡർ കറക്റ്റ് ആണ്. ചിൽഡ്രൻ ബുക്ക് റെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കില്ല, അത് ഓർഡർ കറക്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട് പാടില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം, സെന്റൻസ് ടു സെന്റൻസ് ട്രാൻസ്ലേഷൻ ഉപയോഗിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേർഡ് ടു വേർഡ് അല്ല, പകരം എന്ത് വേണം, സെന്റൻസ് ടു സെന്റൻസ് ട്രാൻസ്ലേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോ എന്താണ് സെന്റൻസ് ടു സെന്റൻസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ഫുൾ സെന്റൻസ്, റീഡ് ഫുൾ സെന്റൻസ്. നമ്മൾക്ക് ഒരു പാസേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഫുൾ സെന്റൻസ് എന്നല്ല, നമുക്കത് ഒരുപാട് പാരഗ്രാഫ്സ് ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ വായിക്കാം നിങ്ങൾ. ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള പാരഗ്രാഫ് ആണോ, ആ പാസേജ് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണോ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും എന്ത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ആ പാസേജിന്റെ മൂഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പാരഗ്രാഫ് വായിച്ചതിന് ശേഷം പിന്നെന്ത് ചെയ്യുക, നിങ്ങളുടെ ആദ്യത്തെ സെന്റൻസ് വായിക്കുക, എന്നിട്ട് ഐഡിയ മനസ്സിലാക്കുക. ഐഡിയ മനസ്സിലാക്കിയതിനു ശേഷം അത് ഏത് ടെൻസ് ആണ്, പ്രസന്റ് ആണോ, പാസ്റ്റ് ആണോ, ഫ്യൂച്ചർ ആണോ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ വേർഡ്സിനെ റീഅറേഞ്ച് ചെയ്ത് നാച്ചുറൽ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ എന്തെങ്കിലും മീനിങ്സ് മിസ്സിംഗ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അതിലൊന്നും കുഴപ്പമില്ല. ആ സെന്റൻസ് കംപ്ലീറ്റ് ആക്കാനായിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം, ആ സെന്റൻസ് മൊത്തം വായിച്ചതിന് ശേഷം അതിന്റെ ഐഡിയ മനസ്സിലാക്കിയിട്ട് വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ ഒരു വേർഡ് കണ്ടു, ആ വേർഡ് അപ്പൊ തന്നെ എടുത്ത് എഴുതി, അടുത്ത വേർഡ് എടുത്ത് എഴുതി, അപ്പൊ നമ്മൾ കാണുമ്പോൾ ടെൻസ് നോക്കുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ടെൻസിൽ എഴുതി. അങ്ങനെയല്ല, ആ സെന്റൻസ് വായിക്കുക, ഐഡിയ മനസ്സിലാക്കുക, അതിപ്പോ പറയുന്ന കാര്യമാണോ, ഇനി പറയാൻ പോകുന്ന കാര്യമാണോ, പറഞ്ഞു കഴിഞ്ഞ കാര്യമാണോ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. ഇനി അടുത്തൊരു വലിയ ചോദ്യം വരികയാണ്, അതായത് ചില വേർഡുകൾ, വാട്ട് ഇഫ് യു ഡോണ്ട് നോ ദ എക്സാക്ട് മീനിങ് വൈൽ ട്രാൻസ്ലേറ്റ്. അതായത് ചില വേർഡുകളുടെ, ചില വേർഡ്സിന്റെ എക്സാക്ട് മീനിങ് കിട്ടിയില്ല, അല്ലെങ്കിൽ എക്സാക്ട് വേർഡിന്റെ ട്രാൻസ്ലേഷൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ചില വേർഡ്സ് നമുക്ക് അറിയണ്ടായിരിക്കില്ല, ഇംഗ്ലീഷിലെ ചില വേർഡ്സിന്റെ മലയാളം മീനിങ്ങോ മലയാളം വേർഡോ നമുക്ക് അറിയണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഓൾറെഡി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ പ്രോഗ്രാം നമ്മൾ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു അബവ് 30 days നമ്മളിപ്പോ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിലൊക്കെ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ?
അതായത് എക്സാക്ട് വേർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അതായത് നമ്മൾ അങ്ങനെ ഒരു വേർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ എക്സാം ടൈമിൽ പാനിക് ആവേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? അതായത് ആ സെന്റൻസിനെ മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. സെന്റൻസിനെ മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ഡിക്ഷണറി വേർഡ് വേണമെന്നൊന്നുമില്ല. ആ വേർഡുമായിട്ട് സാമ്യത്തിൽ വരുന്ന ഏത് വേർഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതായത് ആ സെന്റൻസ് മീനിങ് ഫുൾ ആകണം. നിങ്ങളോട് ആദ്യം പറഞ്ഞു ഓൾറെഡി സെന്റൻസ് മൊത്തം വായിക്കാൻ പറഞ്ഞു. ആ സെന്റൻസ് മൊത്തം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ആ സെന്റൻസ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ പെർട്ടിക്കുലർ വേർഡ് കിട്ടിയില്ലെങ്കിൽ പോലും ആ വേർഡിന് പകരം അതിന്റെ അടുത്ത് മീനിങ് വരുന്ന വേർഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ പറയാണ് അണ്ടർസ്റ്റാൻഡ് ദ വോൾ സെന്റൻസ് ഫസ്റ്റ് ബിഫോർ ട്രാൻസ്ലേറ്റിംഗ്. അതായത് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, ആ സെന്റൻസ് മൊത്തം മനസ്സിലാക്കുക. എന്നിട്ട് ഏത് ടോപ്പിക് ആണെന്ന് മനസ്സിലാക്കുക. നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിന്റെ ടെൻസ് മനസ്സിലാക്കുക, കണ്ടീഷൻ ആണോ കോസോ എഫക്റ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കുക. ആദ്യം ചെയ്യേണ്ട പരിപാടി അതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിളില് ഫാർമേഴ്സ് പ്ലേ എ സെൻട്രൽ റോൾ എന്ന് പറഞ്ഞേക്കാണ്. ഇവിടെ നമുക്ക് ഈ സെൻട്രൽ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ വേർഡിന്റെ കറക്റ്റ് എക്സാക്ട് ആയിട്ടുള്ള മലയാളം വേർഡ് അറിയില്ല, മലയാളം മീനിങ് അറിയില്ല. നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. അതല്ല വേറൊരു സെന്റൻസ് ആണെങ്കിൽ പോലും സെൻട്രൽ എന്ന് പറയുന്ന ഒരു വേർഡിന്റെ കറക്റ്റ് മലയാളം മീനിങ് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മനസ്സിലാക്കാം. ഈ സെന്റൻസിൽ നിന്ന് ഫാമേഴ്സ് പ്ലേ സെൻട്രൽ റോൾ എന്ന് പറയുമ്പോൾ ആ സെന്റൻസ് നമുക്ക് ഏകദേശം മനസ്സിലാകുന്നതാണ്. അവിടെ സെൻട്രൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടന്റ് അല്ലെ, ഈ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്ന ഏകദേശം അല്ലെ, അല്ലെങ്കിൽ എന്നാണ് നിർണായകമായത് എന്ന് പറയാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വേർഡ് ആണെന്ന് മനസ്സിലായാൽ നമുക്ക് ഒന്നെങ്കിൽ എന്ത് പറയാം, ഫാമേഴ്സ് പ്ലേ എ സെൻട്രൽ റോൾ എന്ന് പറയാൻ പ്രധാനപ്പെട്ട എന്ന് പറയുന്ന മീനിങ്ങിൽ യൂസ് ചെയ്യാം. സെൻട്രൽ എന്ന് പറയാം, നിർണായക എന്ന് പറയുന്ന അങ്ങനത്തെ യൂസ് ചെയ്യാം. അപ്പോ കൃത്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള വേർഡിന്റെ അതേ മീനിങ് ഡിക്ഷണറി മീനിങ് വേണമെന്ന് എവിടെയും പറയുന്നില്ല. മനസ്സിലായോ? നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിക്ഷണറി മീനിങ് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ആ സെന്റൻസ് കംപ്ലീറ്റ് ആക്കാനായിട്ട്, ആ സെന്റൻസ് മീനിങ് ഫുൾ ആക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വേർഡ്സ് മതി. ഇപ്പൊ കൃത്യമായിട്ടുള്ള ഒരു വേർഡ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങളുടെ മാർക്ക് ആരും കുറയ്ക്കാനായിട്ട് പോകുന്നില്ല. ഓക്കെ, ഇവിടെ വേർഡ് ടു വേർഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഫാമേഴ്സ് പ്ലേ, നിങ്ങൾ ആദ്യം ഫാമേഴ്സ് എഴുതി, ഇവിടെ പ്ലേ വന്നു, അതായത് ഫാമേഴ്സ് കളിക്കുന്നു, ആ ഒരു സെന്റൻസിലേക്കാണ് മീനിങ് മാറുക. പ്ലേ എ സെൻട്രൽ റോൾ എന്ന് പറയുമ്പോൾ ആ സെന്റൻസ് മൊത്തം വായിക്കുമ്പോൾ മാത്രമേ ഈ പ്ലേ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഡിക്ഷണറിയിൽ പറയുന്ന ആ വേർഡിലേക്കല്ല വരുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പോൾ ഒരിക്കലും വേർഡ് ടു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ വേർഡിന്റെ മീനിങ് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ ആ സെന്റൻസ് വായിച്ച് മനസ്സിലാക്കി ആ സെന്റൻസ് മീനിങ് ഫുൾ ആക്കാൻ സാധ്യതയുള്ള വേർഡ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. യൂസ് എ നിയറസ്റ്റ് സേഫ് വേർഡ്. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ കൂടെ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, നിയറസ്റ്റ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള വേർഡ് ഏതാണോ അത് യൂസ് ചെയ്യാം. അതുകൊണ്ട് മിസ്റ്റേക്ക് വരില്ല. അതായത് ഏറ്റവും ജനറൽ ആയിട്ട് പറയാൻ സാധിക്കുന്ന നിയറസ്റ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണോ അത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണം, അതായത് ഐഡിയ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. IBSAയിൽ ആവശ്യം എന്താണ്, അവർക്ക് നിങ്ങൾക്ക് ഈ വേർഡിന്റെ മീനിങ് അറിയാവുന്നോ. ഞാൻ അത് ആദ്യം പറഞ്ഞത് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കല്ല IB നിങ്ങളെ വിളിക്കുന്നത് അല്ലേ. ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ് അല്ല നിങ്ങളുടെ എന്ന് പറഞ്ഞ നിങ്ങളുടെ എന്താണ് ഈ ഐഡിയ മനസ്സിലാക്കി കൊടുക്കുക. അതായത് ഈ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഐഡിയ ആണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, വേർഡ് അല്ല. അതായത് നമുക്കൊരു കാര്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേർഡ് അറിയില്ല എന്ന് വെച്ചിട്ട് അവിടെ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ ആകെ 1 മണിക്കൂറാണ് നമുക്ക് എക്സാം ഉണ്ടായിരിക്കുള്ളൂ. ആകെ 1 hour നമുക്ക് എക്സാം ഉണ്ടായിരിക്കുള്ളൂ. ആ 1 hour നമ്മൾ ഏതെങ്കിലും ഒരു വേർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാൽ അവിടെ നിൽക്കലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആ സെന്റൻസ് വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ആ സെന്റൻസിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വേർഡ് ഏതാണോ അത് എടുത്ത് എഴുതുക. അത്രയും ചെയ്യേണ്ട കാര്യമുള്ളൂ. അതല്ലാതെ ആ വേർഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, പിന്നെ ഒരുപാട് പേർക്ക് ഉള്ള ഒരു ഡൗട്ടാണ് ഹാൻഡ് റൈറ്റിങ്ങിന്റെ കാര്യത്തിൽ. ഹാൻഡ് റൈറ്റിംഗിൽ സ്കോർ കുറയ്ക്കും, ഹാൻഡ് റൈറ്റിംഗിന് മാർക്ക് കുറയ്ക്കുമെന്ന് ഒരുപാട് പേര് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ എഴുതുന്ന കാര്യം ലെജിബിൾ ആവണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് വായിക്കാൻ സാധിക്കണം. അതായത് നോക്കുന്ന ആൾക്കാർ, എക്സാമിനേഴ്സ് ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് നിങ്ങൾ എഴുതിയിട്ടുള്ള വേർഡ്സ് മനസ്സിലാവണ്ടേ. അതായത് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് പ്രശ്നമല്ല.
പിന്നെ ഒബ്വിയസ് ആയിട്ട് എന്താണ്, നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആൾക്കാർക്ക് ഫസ്റ്റ് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കുക, അല്ല നമ്മുടെ ആൻസർ ഷീറ്റ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് വരികയാണ്. പക്ഷെ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയിപ്പോ 10 ദിവസം കൊണ്ട് നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനൊന്നും സാധിക്കില്ല അല്ലെ. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണ്, എഴുതുമ്പോൾ വൃത്തിക്ക് എഴുതുക, വായിക്കുമ്പോൾ ആ വേർഡ് അല്ലെങ്കിൽ ആ സെന്റൻസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുക. ഇനി എഴുതിയിട്ട് എഴുതുന്നതിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വെട്ടുന്നത് കൊണ്ട് അല്ലെങ്കിൽ തിരുത്തി എഴുതുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു. തിരുത്തി എഴുതുന്നതുകൊണ്ട് പ്രശ്നമൊന്നും, ഇതൊക്കെ മനുഷ്യ സഹജമായിട്ട് വരുന്ന കാര്യങ്ങൾ. നമ്മൾ ആരും റോബോട്ടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ മെക്കാനിസം ഒന്നും അല്ലല്ലോ. നമുക്ക് മിസ്റ്റേക്സ് വരും, തെറ്റുകൾ വരും. അപ്പൊ തെറ്റ് വരുമ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ തിരുത്തി എഴുതുക, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ നമുക്ക്. അങ്ങനെ എഴുതുന്ന സമയത്ത് പരമാവധി എന്ത് ചെയ്യാം, നിങ്ങൾ സാധാരണ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് പരമാവധി തിരുത്തി എഴുതാതെ, അതായത് തിരുത്തൽ വരാത്ത രീതിയിൽ പരമാവധി ശ്രമിക്കുക, തെറ്റുകൾ വരാത്ത രീതിയിൽ പരമാവധി എഴുതാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഒരു സൈഡിൽ പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് പിന്നെ എഴുതിയെടുക്കട്ടെ എന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഞാണിന്മേലുള്ള കളിയാന്ന് പറയും. നമുക്ക് എത്ര സമയം കിട്ടുമെന്ന് അറിയില്ല, നമ്മുടെ കയ്യിൽ ചിലപ്പോൾ വാച്ച് ഉണ്ടായിരിക്കില്ല. അപ്പൊ അത് കാരണം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടുമ്പോൾ സെന്റൻസ് രണ്ടും വായിച്ചു നോക്കാം. ഇനി നിങ്ങൾക്ക് 1 അവറിന്റെ ഉള്ളിൽ അല്ലെ, 1 അവറാണ് നമുക്ക് ടൈം ഉണ്ടായിരിക്കുക. 1 അവറാണ് ടൈം ഉണ്ടായിരിക്കുക. ഈ 1 അവറിന്റെ ഉള്ളില് നിങ്ങൾക്ക് എളുപ്പം ഏതാണ്, ഇംഗ്ലീഷ് ടു മലയാളമാണ് എളുപ്പമെങ്കിൽ നിങ്ങൾ ആദ്യം അത് എഴുതിക്കോളൂ. ഇംഗ്ലീഷ് ടു മലയാളമാണ് എളുപ്പമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അത് എഴുതാം. അല്ലെങ്കിൽ മലയാളം ടു ഇംഗ്ലീഷ് ആണ് നിങ്ങൾക്ക് എളുപ്പം തോന്നുമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എഴുതാം. ഏതാണോ എളുപ്പം എന്നുള്ളത്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എളുപ്പമുള്ളത്, അത് ആദ്യം എഴുതി അത് ആദ്യം തീർക്കാം. അപ്പൊ അത് ഒരു 30 മിനിറ്റ് ആവുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും, ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പോ അങ്ങനെയും കൂടി ശ്രമിക്കുക. നിങ്ങൾ ആ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മിസ്റ്റേക്ക് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ഇൻസ്ട്രക്ഷൻ കൂടി വായിച്ചു നോക്കിയതിന് ശേഷം വേണം ഫസ്റ്റ് ഏത് എഴുതണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ട്രാൻസ്ലേഷന്റെ ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു പാസേജ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഫുൾ പാസേജ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലാസ് വേണം മൊത്തമായിട്ട് ചെയ്യേണ്ട, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ക്ലാസിന്റെ കാര്യമില്ല. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുക, അതിന് കൃത്യമായിട്ട് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലാസിന്റെ മൊത്തം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഒരു ക്ലാസിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സെന്റൻസ് ബൈ സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു പ്രോഗ്രാമും കൂടി ഇവിടെ ചെയ്യാം. ഇനി വളരെ കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസ് കണ്ടൊന്നും സമയം കളയാനായിട്ടില്ല. ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ദിവസം ചെയ്തിട്ടില്ല, നിങ്ങൾ ഇന്നാണ് ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ഒരു 2, 3, 4 പാസേജ്, 3 പാസേജെങ്കിലും ഡെയിലി ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. പാസേജസ് വേണമെങ്കിൽ SSC കേരള ഹെൽപ്പേഴ്സിന്റെ IBSA ടയർ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി ഒരുപാട് പാസേജസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്, പ്രോഗ്രാംസ് ആയിട്ടും. ലെവൽ 3 ഒരുപാട് പാസേജസ് നമ്മൾ വേറെയും ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട്. അതല്ല, നിങ്ങൾക്ക് വേറെ പുറമെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ എടുത്ത് അതിന്റെ എഡിറ്റോറിയൽ പേജ് എടുത്ത് അതും ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇനി എഡിറ്റോറിയൽ നിങ്ങൾക്ക് തപ്പി കണ്ടുപിടിക്കാൻ പാടാണെങ്കിൽ അതും നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും നമ്മൾ എഡിറ്റോറിയൽസും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇനിയുള്ള ഒരു 10 ഡേയ്സ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള 10 ഡേയ്സ് ആണ്. ഈ 10 ഡേയ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കണം. എല്ലാ ദിവസവും ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞത് പാസ്സാവാതെ ഇരിക്കില്ല, നിങ്ങൾ എന്തായാലും ക്വാളിഫൈ ചെയ്യും. ക്വാളിഫൈയിങ് നേച്ചറാണ്. 20 മാർക്കേ വേണ്ടോ എന്ന് കരുതി നമ്മൾ 20 മാർക്കല്ലേ വേണ്ടോ, നമ്മൾ പാസ്സാവുമെന്ന് വെച്ചിട്ട് അങ്ങനെ വെറുതെ ലൂസായിട്ട് വിടരുത്, കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു ചെറിയൊരു സെന്റൻസ് ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നോക്കുക, ഇവിടുത്തെ ഫസ്റ്റ് സെന്റൻസ് ആണ്, ഫാമേഴ്സ് പ്ലേ എ സെൻട്രൽ റോൾ ഇൻ എൻഷുറിങ് ഫുഡ് സെക്യൂരിറ്റി ഫോർ എനി നേഷൻ എന്ന് പറഞ്ഞേക്കാണ് അല്ലെ. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഫസ്റ്റ് വേർഡ് വെച്ച് ട്രാൻസ്ലേഷൻ തുടങ്ങാൻ പാടില്ല. എന്ത് ചെയ്യണം, ആ സെന്റൻസ് മൊത്തം വായിക്കുക. ഫാമേഴ്സ് പ്ലേ സെൻട്രൽ റോൾ ഇൻ എൻഷുറിങ് ഫുഡ് സെക്യൂരിറ്റി ഫോർ എനി നേഷൻ. ഇവിടെ പറഞ്ഞെന്താണ്, ഏതൊരു രാജ്യത്തിനും അവരുടെ ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആള് ഫാമേഴ്സ് ആണ് എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അതിനെങ്ങനെ പറയാം, ഏതൊരു രാജ്യത്തിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ
കർഷകർ നിർണായക പങ്ക് വഹിക്കുന്നു. അപ്പോ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണ്, നമുക്ക് വേണമെങ്കിൽ നിർണായക പങ്ക് എന്ന് പറയുന്നതിന് സെൻട്രൽ റോൾ എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. സെൻട്രൽ റോള് നിർണായക പങ്ക് എന്ന് പറയും. ഈ നിർണായകം എന്ന് പറയുന്ന വേർഡ് കിട്ടിയിട്ടില്ലാച്ച നമുക്ക് എന്ത് പറയാം, പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്ന് പറയാം അല്ലെ. ഇതെന്താണ്, ഫാമേഴ്സ് പ്ലേ എ സെൻട്രൽ റോൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ ടെൻസ് ഏതാണെന്നും കൂടി നോക്കുക. ഓക്കെ, പ്ലേ ആണ് പറഞ്ഞിട്ടുള്ളത്, പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ അവിടെ എന്താണ്, പങ്ക് വഹിക്കുന്നു എന്നാവും അല്ലെ. ഫാമേഴ്സ് പ്ലേ എ സെൻട്രൽ റോൾ ഇൻ എൻഷുറിംഗ് ഫുഡ് സെക്യൂരിറ്റി ഫോർ എനി നേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഏതൊരു രാജ്യത്തിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ കർഷകർ നിർണായകമായ പങ്ക് വഹിക്കുന്നു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്തായി, അത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടെൻസ് കറക്റ്റായി. അപ്പൊ അതുപോലെ തന്നെ വേർഡ്സ് കൃത്യമായിട്ട് തന്നെ വന്നു. നിർണായകം എന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്ക് എന്ന് പറഞ്ഞാലും അവിടെ എന്തില്ല, അവിടെ ഈ പറയുന്ന മിസ്റ്റേക്ക് ഒന്നും വരുന്നില്ല. ഓക്കെ, food security means that all people have regular access to sufficient, safe and nutritious food for healthy life. അല്ല, ഇവിടെ പറഞ്ഞതാണ് എന്താണ് ഫുഡ് സെക്യൂരിറ്റി എന്നുള്ളതാണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്. അങ്ങനെ തന്നെ വായിക്കണം, മൊത്തം ഒരു സെന്റൻസ് വായിക്കുക, എന്നിട്ട് വേണം അതിന്റെ ട്രാൻസ്ലേഷനെ കുറിച്ച് ആലോചിക്കാനായിട്ട്. അതായത് ഫുഡ് സെക്യൂരിറ്റി എന്താണ് എന്നുള്ളതാ പറയുന്നത് അല്ലെ. എന്താണ്, all people have regular access to sufficient, safe and nutritious food for healthy life. ഒരു ഹെൽത്തി ലൈഫിന് വേണ്ടിയിട്ട് എല്ലാ ആളുകൾക്കും എന്താണ്, റെഗുലർ ആയിട്ട് എന്തുണ്ടായിരിക്കണം, ആക്സസ് ടു സഫീഷ്യന്റ്, സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് കിട്ടുക. അതിനെയാണ് എന്ത് പറയുന്നത്, ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെങ്ങനെ പറയാം നോക്കുക. ഭക്ഷ്യസുരക്ഷ എന്നത് എല്ലാ ആളുകൾക്കും അല്ലെ, ഭക്ഷ്യസുരക്ഷ എന്നത് എല്ലാ ആളുകൾക്കും ആരോഗ്യകരമായ ജീവിതത്തിനായി മതിയായതും സുരക്ഷിതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം സ്ഥിരമായി ലഭിക്കുന്ന അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. അങ്ങനെയും പറയാം അല്ലെ. അതായത് ഈ പറയുന്ന സഫീഷ്യന്റ്, സേഫ്, ന്യൂട്രീഷ്യസ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ഒക്കെ വേർഡ്സ് ആണ് നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരിക. അപ്പോൾ അതിന് ചില വേർഡ്സ് നമുക്ക് എന്താണ് ചില വേർഡ്സ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അതിനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിട്ട് വരുന്ന വേർഡ്സ് വെച്ചിട്ട് ആഡ് ചെയ്യാം. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇപ്പൊ ന്യൂട്രീഷ്യസ് എന്ന് പറയുന്ന ഈ പോഷക സമൃദ്ധം എന്ന് പറയുന്ന ആ സംഭവം കിട്ടിയില്ല വെച്ചാൽ എന്ത് ചെയ്യരുത്, അവിടെ ഒരു സ്പേസ് ഇട്ട് വെക്കാനോ അങ്ങനെയൊന്നും പാടില്ല. എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ട് തോന്നുന്ന വേർഡ് ഏതാണോ ആ സമയത്ത് വരുന്ന വേർഡ് ഏതാണോ ആ വേർഡ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കംപ്ലീറ്റ് ആക്കി തന്നെ വിടണം. വിത്തൗട്ട് ദ ഹാർഡ് വർക്ക് ഓഫ് ഫാമേഴ്സ്, societies would face shortages of essential food items such as grains, vegetables, fruits, milk and pulses. ഇവിടെ പറയുന്ന കാര്യം, അപ്പോ അടുത്ത സെന്റൻസ് പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. വിത്തൗട്ട് ദ ഹാർഡ് വർക്ക് ഓഫ് ഫാമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫാമേഴ്സിന്റെ കഠിനാധ്വാനം ഇല്ലെങ്കിൽ അല്ലെ. അതായത് ഫാമേഴ്സിന് കഠിനാധ്വാനം ഇല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്തുണ്ടായിരിക്കും, സൊസൈറ്റി വുഡ് ഫേസ്. അപ്പൊ ഇവിടെ എന്താണ്, അതൊരു കണ്ടീഷനാണ്. വുഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അതൊരു കണ്ടീഷൻ പറയാണ്. സൊസൈറ്റി വുഡ് ഫേസ് എന്താണ് ഫേസ് ചെയ്യാൻ പോകുന്നത്, ഷോർട്ടേജസ് ഓഫ് എസെൻഷ്യൽ ഫുഡ് ഐറ്റംസ്. അപ്പോ ഫാമേഴ്സിന്റെ ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ഇല്ലെങ്കിൽ സൊസൈറ്റി ഫേസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഫുഡ് ഐറ്റംസിന്റെ ഷോർട്ടേജ് ആണ്. ഇനി അത് ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്രെയിൻസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മിൽക്ക് ആൻഡ് പൾസസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ പറയാൻ സാധിക്കും, കർഷകരുടെ കഠിനാധ്വാനം ഇല്ലായിരുന്നെങ്കിൽ ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, പാൽ, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ ആവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ ക്ഷാമം സമൂഹം നേരിടേണ്ടി വരുമായിരുന്നു. അപ്പോ അതൊരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് വരുമായിരുന്നു എന്ന് പറയുന്നത് അല്ലെ. അപ്പോ അല്ലെങ്കിൽ എന്താണ്, ഇവരുടെ കർഷകരുടെ കഠിനാധ്വാനം ഇല്ലായിരുന്നെങ്കിൽ, ആ ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറയുന്നതാണ് എന്ത്, നമ്മൾ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെന്റൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ടെൻസ് ചെയ്താൽ നോക്കണം, അത് കണ്ടീഷണൽ ആണോ നോക്കണം. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ പറയാണ്, ഇൻ എ വേൾഡ് വിത്ത് എ ഗ്രോയിങ് പോപ്പുലേഷൻ and changing climate conditions, the contribution of farmers has become more important than ever. ഇവിടെ പറയുന്നത് ഫാമേഴ്സിന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയുന്നത് അല്ലെ. അതായത് അതിന് കൂട്ടു നിൽക്കാനായിട്ട് അവർ പറഞ്ഞൊരു കാര്യം എന്താണ്, ഇൻ എ വേൾഡ് വിത്ത് എ ഗ്രോയിങ് പോപ്പുലേഷൻ ആൻഡ് ചേഞ്ചിങ് ക്ലൈമറ്റ് കണ്ടീഷൻ. അതായത് വേൾഡ് എങ്ങനെയാന്ന് പറയുന്നത്, പോപ്പുലേഷൻ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേൾഡ്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് കണ്ടീഷൻസും ഉള്ള ഒരു വേൾഡ്. അപ്പൊ ആ വേൾഡിൽ എന്താണ്, ആ വേൾഡിൽ പറയുന്ന കാര്യം, ഫാമേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ മുൻപത്തേക്കാൾ കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യം എന്ന് പറയാം അല്ലെ. അതാണ് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെങ്ങനെ പറയാനായിട്ട് സാധിക്കും,
അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജനസംഖ്യ വർദ്ധിക്കുകയും കാലാവസ്ഥ സാഹചര്യങ്ങൾ മാറുകയും ചെയ്യുന്ന ഇന്നത്തെ ലോകത്ത് ഓക്കെ കർഷകരുടെ സംഭാവന മുൻപത്തേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് 1 by 1 ആയിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ 1 by 1 ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ എന്ത് ചെയ്യണം, നമ്മൾ ഒരു സെന്റൻസ് മൊത്തം വായിച്ചിട്ട് എന്ത് ചെയ്യുക, അതിനെ ട്രാൻസ്ലേഷൻ ചെയ്യുക. സെന്റൻസ് വായിക്കുക, മലയാളം മനസ്സിലാക്കുക, എന്നിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മലയാളത്തിലേക്ക് അതിനെ ഫോളോ അപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് അതിന്റെ ഒരു മീനിങ് ഫുൾ ആയിട്ട് സെന്റൻസ് കിട്ടും. അതിനൊരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഓർഡറും നമുക്ക് അതിനവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനിയും നമ്മുടെ ഗ്രൂപ്പുകളിൽ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ, ഇനിയുള്ള എല്ലാ ദിവസവും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗ്രൂപ്പിലുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോക്ക് ടെസ്റ്റ് എടുത്തതിന് ശേഷം അതൊരു PDF രൂപത്തിൽ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരാൾ എഴുതിയിട്ടുള്ള ട്രാൻസ്ലേഷൻ ആയിരിക്കില്ല മറ്റേ ആൾ എഴുതിയിട്ടുണ്ടായിരിക്കുക. അപ്പൊ രണ്ടും കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് രണ്ടും താരതമ്യം ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് ഏതാണ് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്സ്, കൃത്യമായിട്ടുള്ള വേർഡ്സ് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ്, അതായത് ഒരു ട്രാൻസ്ലേഷൻ എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസ് നമുക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എല്ലാ ദിവസവും നമ്മുടെ ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട് നോക്കുക. വളരെ കുറച്ച് ദിവസം നമുക്കിനി ബാക്കിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസം മടി പിടിക്കാതെ എല്ലാ ദിവസവും ട്രാൻസ്ലേഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.